Hi friends, in the units and measurements in the chapter third portion, that is significant figures, നമ്മൾ എറർ അനാലിസിസും ഡയമെൻഷൻ അനാലിസിസും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ ഉള്ള 2 ക്വസ്റ്റ്യൻസേ ലാസ്റ്റ് 10 ഇയേഴ്സിൽ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അതായത് ഇത് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ പോലും ഇനി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഐ ആം ഡിസ്കസിങ് ദി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഓരോ നമ്പറിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗറുകൾക്ക് ഒരെണ്ണമുണ്ട്. അപ്പം ആ നമ്പർ നമ്മൾ യൂണിറ്റ് ചേഞ്ച് ചെയ്താലും ഈ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡസ്ൻറ്റ് ചേഞ്ച്. ഇനി എങ്ങനെയാണ് ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് കുറച്ച് റൂൾസ് പറയുന്നുണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടെത്താനുള്ളത്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോ അല്ലാത്ത എല്ലാ നമ്പറുകളും ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പം അതായത് 1, 2 എക്സെട്ര അപ് ടു 9 ദേ ആർ, അത് ഒരു നമ്പറിൽ എവിടെ വന്നാലും അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഓൾ ദി സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയിലുള്ള സീറോസ് ദേ ആർ ഓൾസോ കൗണ്ട് ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഫോർ എക്സാമ്പിൾ 2009. ഓക്കെ, ഈ 2 9 നോൺ സീറോ ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള 2 സീറോസ് ദേ ആർ ഓൾസോ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ 2009 എന്ന് പറയുമ്പോൾ ഇതിനകത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1, 2, 3, 4 എണ്ണമാണ്. ഓക്കെ, അപ്പം ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 238 എന്ന് എഴുതിക്കും. ഇതിനകത്ത് സീറോ ഇല്ല, ബാക്കിയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ഈ നമ്പറിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അല്ലെങ്കിൽ 2.25 സീറോ ഇല്ല. ഇതിലും ഉള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 ആണ്. ഓക്കെ, ഇതുപോലെ 20.05 ഇവിടെ 2ഉം 5ഉം നോൺ സീറോ ഡിജിറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 സീറോസ് വരുന്നുണ്ട്, അതും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഇതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. തേർഡ് പോയിന്റ്, trailing zeros in a number with a decimal point are significant. Trailing zeros means ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ അവസാനം സീറോസ് വരുന്നതാണ്. എങ്ങനെയുള്ള നമ്പർ? എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പറിൻ്റെ അവസാനം വരുന്ന സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 25.250. ഓക്കെ, ഈ നമ്പറിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. നോൺ സീറോ ഡിജിറ്റ് 1, 2, 3, 4 എണ്ണമുണ്ട്. അപ്പം ഡെസിമലുള്ള ഒരു നമ്പറിൽ അവസാന സീറോ വന്നാൽ ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. അതുകൊണ്ട് ഈ സീറോയും സിഗ്നിഫിക്കൻ്റ് ആണ്. ദെർഫോർ ടോട്ടൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, ഇഫ് ദി നമ്പർ ലെസ് ദാൻ 1, സീറോസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. നമ്മൾ ഫസ്റ്റ് 3 ഡിസ്കസ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. നോൺ സീറോ ഡിജിറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറിൽ അവസാന സീറോസ് വന്നാൽ അതും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻ്റ് അല്ലാത്തത്? ഇഫ് ദി നമ്പർ ലെസ് ദാൻ 1, സീറോസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഒന്നിൽ കുറവുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഡെസിമൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് 0.9, 0.8 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയുള്ള ഡെസിമൽ നമ്പേഴ്സിൽ സീറോസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, ഫോർ എക്സാമ്പിൾ 0.0052 ഇതാണ് നമ്മുടെ നമ്പർ. ദിസ് ഈസ് ലെസ് ദാൻ 1. ഇതിൽ സീറോസ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, ഇതിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്താണ്? 5 ആണ്. ഇതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള സീറോസ്, അതായത് ഈ 2 സീറോസ് ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്.
ഈ നമ്പറിൽ നമുക്ക് എണ്ണേണ്ട ആവശ്യമില്ല. Therefore, number of significant figures in this number is 2. ഓക്കെ, അതുപോലെ തന്നെ ഈ 0, അതായത് ഒന്നിൽ കുറവുള്ള നമ്പേഴ്സ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 0 ഇട്ടാൽ, അപ്പോൾ 0.9 മീൻസ് വി വിൽ റൈറ്റ് എസ്. ഓക്കെ, അപ്പം ഈ 0 ഏത് ഒന്നിൽ കുറവുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മുമ്പിൽ ഡെസിമലിന് ലെഫ്റ്റ് സൈഡിൽ, ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുന്ന സീറോസ് എപ്പോഴും നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ സീറോസ് ഏത് സമയത്തും നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമ്പർ ലെസ് ദാൻ 1, ഒന്നിൽ കുറവുള്ള നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഹിയർ 5, അതിന് മുമ്പ് വരുന്ന സീറോസ് ഈ നോട്ട് സിഗ്നിഫിക്കൻ്റ്. Therefore, ഈ 2 സീറോസ് എണ്ണേണ്ടില്ല, ഇത് എണ്ണേണ്ട ആവശ്യമില്ല. Therefore, number of significant figures is 5 and 2. Therefore, number is 2. അടുത്ത പോയിന്റ്, trailing zeros in a number without a decimal point are not significant. അതായത് ഏതെങ്കിലും ഒരു നമ്പറിൽ വിത്തൗട്ട് ഡെസിമൽ പോയിന്റിൽ അവസാനം സീറോസ് വരുന്നുണ്ടെങ്കിൽ ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 5000. ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? ഈ ഡെസിമൽ പോയിന്റ്, ഈ നമ്പറിൽ ഒരു ഡെസിമൽ പോയിന്റ് ഇല്ല, അപ്പോൾ ഈ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റീസ് 1. അതായത് ഈ 3 സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, അപ്പോൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. Therefore, it is 1. Okay, but actually the number of significant figures in this number is 2. This we represent it as 5.0 into 10 raised to 3. അതായത് ഇങ്ങനെ ട്രെയിലിംഗ് സീറോസ് വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആസ് ദി പവേഴ്സ് ഓഫ് 10. ഈ പവേഴ്സ് ഓഫ് ദി 10 ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എണ്ണേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 5.0 ആണ്. അപ്പോൾ 5 is a significant figures, trailing zeros to the right of decimal point. അതായത് ഡെസിമൽ പോയിന്റ് ഇട്ട് സീറോസ് എൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവസാനം വരികയാണ്, അത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5ഉം 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. Therefore, the number of significant figure is 2. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. 4700 മില്ലിമീറ്റർ. ഓക്കെ, ഈ നമ്പറിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? അതായത് ട്രെയിലിംഗ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്, അവസാനമുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി 2. 4ഉം 7ഉം മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ 2 ആണ്. നമ്മളിതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയാൽ എന്തായി? ദാറ്റ് ഈസ് 470.0 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? ഡെസിമൽ പോയിന്റ് ഉൾക്കൊള്ളുന്ന നമ്പേഴ്സിൽ 0 വന്നു കഴിഞ്ഞാൽ ദേ ആർ സിഗ്നിഫിക്കൻ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Therefore, this number of significant figures here it is 4. ഇതിനെ മീറ്ററിലോട്ട് മാറ്റിയാൽ 2 പോയിന്റ് കൂടി ഷിഫ്റ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് 4.700 meters. Therefore, also ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പറിൽ ട്രെയിലിംഗ് സീറോസ്, അവസാനത്തെ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. Therefore, 1, 2, 3, 4, that is 4 significant figures. ഓക്കെ, ഇതിനെ കിലോമീറ്ററിലോട്ട് മാറ്റിയാലും നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 0.004700 കിലോമീറ്റേഴ്സ്. Therefore, number of significant figures, ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇതും സിഗ്നിഫിക്കൻ്റ് അല്ല. അതായത് നമ്പർ ലെസ് ദാൻ 1ൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് റൈറ്റിലോട്ടല്ല ലെഫ്റ്റിലോട്ടുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. Therefore, 1, 2, 3, 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഈ ചോദ്യത്തിൽ ഇതിൻ്റെ എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4ആണ്. പക്ഷേ ഈ മില്ലിമീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന 4700 മില്ലിമീറ്ററിൻ്റെ മാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആണ്. ഇത് പോസിബിൾ ആണോ? ആക്ച്വലി ദിസ് ഈസ് നോട്ട് പോസിബിൾ. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം യൂണിറ്റ് ചേഞ്ച് ചെയ്താലും മാറാൻ പാടില്ല. അതായത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്
ഈ നമ്പറിനുള്ളെങ്കിൽ ഏത് യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്താലും അതിൻ്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 തന്നെയായിരിക്കണം. അപ്പോൾ അതായത് ഈ പ്രോബ്ലം ഏതാ? ട്രെയിലിംഗ് സീറോസ് വിത്തൗട്ട് ഡെസിമലാണ്. അവസാന സീറോസ് വരുന്നുണ്ട്, ഡെസിമൽ പോയിന്റ് ഈ നമ്പറിൽ ഇല്ലതാണ്. അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ ഈ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4.700 ഇൻറ്റു 10⁻³ നമ്മൾ 3 ഡെസിമൽ കയറ്റി, therefore 10⁻³ millimeters. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്പർ കഴിഞ്ഞ് ഒരു ഡെസിമൽ ഇടുക, ബാക്കിയുള്ള നമ്പർ അതുപോലെ എഴുതുക. അപ്പം എത്ര നമ്പേഴ്സാണ് നമ്മൾ ഡെസിമൽ ഇങ്ങോട്ട് കയറുന്നത് അതിന് 10ൻ്റെ പവറാക്കി എഴുതുക. ഇതാണ് മെത്തേഡ്. ഇനി 10 പവറായിട്ട് എഴുതിയ കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എണ്ണുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട. പിന്നെയുള്ള ഈ നമ്പറിൽ ഇപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇപ്പോൾ 4. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു വരുന്ന അവസാനിക്കുന്ന സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 1, 2, 3, 4 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇതാണ് ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത കേസസിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അപ്പം പ്രധാനമായും ഈ 4 റൂൾസാണ്, 4 അല്ല ഈ 5 റൂൾസാണ് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കാൽക്കുലേഷനിലുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇനി ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. ദിസ് ഈസ് 81.227. ഓക്കെ, ഇതിന് 2 ഡിജിറ്റിലോട്ട് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഫൈനൽ നമ്പർ 7 ആണ്. അതായത് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5, 5നേക്കാളിലും കൂടുതലുള്ള നമ്പേഴ്സ്, 5നേക്കാളിലും കൂടുതലുള്ള നമ്പേഴ്സ് വരുമ്പം ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പറിനെ 1 നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കും. ദാറ്റ് ഈസ് 81.23 ആയിരിക്കും നമ്മുടെ റൗണ്ട് ഓഫ് ചെയ്ത നമ്പർ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ 81.224 ആണെന്ന് വിചാരിച്ചു. 4 എന്ന് പറയുന്നത് എന്താ? 5നേക്കാളിലും കുറഞ്ഞൊരു നമ്പറാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ 2 ഡെസിമൽ പോയിൻറ്റിന് റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നമ്പറിന് ഒരു മാറ്റവും വരില്ല. ദാറ്റ് ഈസ് 81.22 ആയിരിക്കും റൗണ്ട് ഓഫ് ചെയ്തത്. ഈ തേർഡ് കേസ് 81.225. അതായത് മൂന്നാമത്തെ ഡിജിറ്റ് 5 ആണ്. അതായത് 5നേക്കാൾ കൂടുതലും അല്ല കുറവല്ല, 5 തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ ആ നമ്പർ 1 ഇൻക്രീസ്, ആ നമ്പറിന് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈവൻ നമ്പർ ആണെങ്കിൽ ഇവിടെ ഈ 2 ഈവൻ ആണ്, therefore 81.22 ആയിരിക്കും റൗണ്ട് ഓഫ് ചെയ്ത്. ഇനി 81.235 ആണ് നമ്മുടെ റൗണ്ട് ഓഫ് ചെയ്യാനുള്ള നമ്പർ എങ്കിൽ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഓക്കെ, ഓഡ് നമ്പർ വരുമ്പം ആ നമ്പർ 1 റേസ് ചെയ്യണം. ദാറ്റ് ഈസ് 81.24 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അതായത് 5ന് തൊട്ട് മുമ്പുള്ള നമ്പർ ഈവൺ ആണെങ്കിൽ ആ നമ്പറിൽ ഒരു മാറ്റവും വരുത്തേണ്ട. 5 ഒഴിവാക്കി 81.22 എന്ന് എഴുതിയാൽ മതി. 5ന് തൊട്ട് മുമ്പത്തെ 3 ആണെങ്കിൽ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ അതിനെ 1 റേസ് ചെയ്യണം. ദറ്റ് ഈസ് 81.24. ഇതാണ് റൗണ്ട് ഓഫിങ്ങിനെ കുറിച്ച്. ഇനി അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസറിലെ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്പർ 20.25 ഡിവൈഡഡ് ബൈ 0.25. ഓക്കെ, ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിലെത്രയുണ്ട്? ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ ഇതിലെ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവണം? അതായത് ഏത് നമ്പറിലാണോ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കുറവുള്ളത് അത്രമാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഇതിൻ്റെ ഫൈനൽ ആൻസറിലും കാണാൻ പാടുള്ളൂ. അതാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂള്.
അതായത് ഏത് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സ് തമ്മിൽ ഏത് നമ്പറിലാണോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത്, ആ അത്രമാത്രം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ അതിൻ്റെ ഫൈനൽ ആൻസറിൽ കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇത് 20.25 ഡിവൈഡഡ് ബൈ 0.25 ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1ൽ 0.25 4 പ്രാവശ്യം, 10ൽ 40 പ്രാവശ്യം, 20ൽ 80 പ്രാവശ്യം ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് 81 അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന് ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 ഇതിൽ 2 ഉള്ളൂ. അപ്പോൾ ആൻസറിലും എത്രയാ? ഫോർ എക്സാമ്പിൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പാടുള്ളൂ. therefore our answer is 81 which has 2 significance പ്ലസ് ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ 81 ഇതിപ്പം 20.25 if this number is like this 20. then ഈ നമ്പറിന് എത്രയുണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈക്വൽ. ഓക്കെ, ഈ then 4 numbers we have to convert this to 3 significant figure. 5 therefore we have to write as plus 81.0 as our answer. 7 then 1 3 0 1 4 and 20 that is 80. Okay, this answer is 80.475. ഓക്കെ, ഇനി റൂൾ എന്ന് പറയുന്നത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്കുള്ള നമ്പേഴ്സിൽ ഏത് നമ്പറിലാണ് ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഏറ്റവും കുറവ് നമ്പേഴ്സ് ഉള്ളത്. ഇതിന് ഡെസിമൽ പോയിൻറ്റിന് ശേഷം 3 നമ്പറുണ്ട്, ഇവിടെ 2 നമ്പറേ ഉള്ളൂ. ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 നമ്പറേ ഉള്ളൂ, ഇവിടെയും ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 നമ്പറേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കുറവ് നമ്പർ എത്രയാണോ അത് ഈ 2 കേസിൽ 1 വീതമാണ്. അപ്പം 1 നമ്പർ മാത്രമേ നമ്മുടെ ഫൈനൽ ആൻസറിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഇവിടെ 5 ആണ്. ഓക്കെ, 5 ആണ് ഫൈനൽ നമ്പർ എങ്കിൽ എന്താണ് നമ്മുടെ റൂള്? അതിന് തൊട്ട് മുമ്പിലുള്ള നമ്പർ ഓഡ് ആണെങ്കിൽ ആ നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് എഴുതണം. therefore we can write 4 8. ഓക്കെ, ഇനി ഈ 2 നമ്പറിൽ 8 എന്ന് പറയുന്നത് 5നേക്കാൾ വലിയൊരു സംഖ്യയാണ്. therefore അതിന് തൊട്ട് മുൻപുള്ള നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. therefore we can write 80.4 is increased by 1. therefore 80.5. therefore our final answer is 80.5. ക്ലിയർ അല്ലേ? അതായത് ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഏറ്റവും കുറവ് വരുന്ന നമ്പറിന് എത്രയാണെന്ന് നോക്കുക, ഏറ്റവും കുറവ് നമ്പേഴ്സ് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഒരു നമ്പറാണ് ഏറ്റവും പോയിൻറ്റിന് ശേഷം 1 നമ്പറേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെയും ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 നമ്പറേ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ നമ്പറിനെ റൗണ്ട് ഓഫ് ചെയ്ത് ഒരു ഡെസിമൽ പോയിൻറ്റിന് ശേഷം 1 നമ്പർ വരുന്ന രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾ. ഇനി അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഇവയെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഏതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫൈനൽ ആൻസർ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ബേസിസിലാണോ അല്ലെങ്കിൽ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ്റെ പോലെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് എന്നതിൻ്റെ ബേസിസിലാണോ നമ്മൾ അതിനെ ഫൈനൽ ആൻസറിനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് എന്നാണ്. അതായത് ഇപ്പോൾ ഒരു ഇക്വേഷനിൽ അവസാനം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണോ ആ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ആണെങ്കിൽ അതിൻ്റെ റൂളും അല്ലെങ്കിൽ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റൂളുമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഇത് 2017 ചോദിച്ചതാണ്. In order to measure the period of a single pendulum using a stop clock, a student repeated the experiment for 10 times and noted down the time period for each experiment as
5.1, 5.0, 4.9, 5.1, 5.0, 4.9, 5.1, 4.9, 4.9 seconds. The correct way of expressing the result for the period is option A 4.99 second, B 5 second, C 5 second, D 4.9 second and E 5.1 seconds. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് 10 ടൈം പീരീഡിൻ്റെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാക്ട് വാല്യൂ ഓഫ് ദി ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂസാണ്. സോ വി വിൽ ടേക്ക് ദി ആവറേജ് ഓഫ് ദീസ് ടൈം പീരിയഡ് ആൻഡ് ദാറ്റ് ഈസ് വി ക്യാൻ ആഡ് ഓൾ ദീസ് 10. അപ്പം ഇത് 5 ആണ് ഏകദേശം ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ദെർഫോർ 5 × 10, 10×5 50. 50ൻ്റെ ഒരു ചെറിയ വേരിയേഷൻ ആയിരിക്കും. ദെർഫോർ 50 + 0.1 - 0.1. Therefore again 50 + 0.1 - 0.1. Again 50 + 0.1 - 0.1. Again 50. Then -0.1. That is 49.9. ഇതായിരിക്കും ഇതിൻ്റെ സമ്മ. ദറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 10 റിപ്പീറ്റേഷൻസ്. ദെർഫോർ ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു 4.99. ദറ്റ് ഈസ് അവർ ആവറേജ് വാല്യൂ ഓഫ് ടൈം പീരിയഡ്. ഓക്കെ, ഇനി നമുക്ക് എക്സാക്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് നമ്മൾ അഡീഷൻ ഓപ്പറേഷനാണ് ചെയ്തത്, അതിനുശേഷം ഡിവിഷൻ. അപ്പോൾ ഫൈനൽ ഓപ്പറേഷൻ ഡിവിഷനാണ്. അപ്പോൾ 49.9 ഡിവൈഡഡ് ബൈ 10. ഈ നമ്പറിൽ എത്രയാണ്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫൈനൽ ആൻസറിനും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ പാടുള്ളൂ. ദെർഫോർ ഇതിനെ നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് മാറ്റി എഴുതണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം 9 ആണ്. 9 ഈസ് ഗ്രേറ്റർ ദാൻ 5. ദെർഫോർ ഈ 9നെ നമ്മൾ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് 4.9. 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ 10 ആയി. ദാറ്റ് ഈസ് 0 വരും. ഓക്കെ, പിന്നെ ഒരു ശിഷ്ടം 1 ഇങ്ങോട്ട് ഈ നമ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, therefore 4 is increases by 5. Therefore our answer is 5.0. Therefore answer is 5.0. That is our second option. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്തു, എന്നിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾ വെച്ച് ഫൈനൽ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ പാടുള്ളൂ. ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ അതിൻ്റെ ആൻസർ 5.0 സെക്കൻഡ്സ്. ദറ്റ് ഈസ് അവർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 002305 ഈസ് ഓപ്ഷൻ എ 6, B 4, C 7, D 2 ആൻഡ് ഓപ്ഷൻ ഇ 3. ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 5 റൂൾസ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ള 5 റൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് റൂൾ എന്താണ്? ഓൾ നോൺ സീറോ നമ്പേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. Therefore 2, 3, 5 are significant. Second rule, zeros between non-zero numbers are significant. Therefore ഈ നോൺ സീറോ നമ്പറിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സീറോ ഉണ്ട്. Therefore ഈ സീറോയും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ 4 നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ 1 കുറഞ്ഞ നമ്പേഴ്സിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, അതായത് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഇവിടെ 2 ആണ്. 2വിന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന സീറോസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ 1 കുറഞ്ഞ നമ്പറിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 2 ആണ്. അപ്പോൾ 2ന് ഇടതുവശത്ത് വരുന്ന സീറോസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. Therefore ഈ 2 സീറോസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 1 കുറഞ്ഞ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡെസിമലിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സീറോയും സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, Therefore
Number of significant figures is 1, 2, 3, 4. Therefore, 4 significant figures, and that is our option B. Therefore, B is our answer. അടുത്ത ചോദ്യം 2017 ചോദിച്ചതാണ്. A person observes that the full length of a train subtends an angle of 15 degrees. If the distance between the train and the person is 3 kilometers, the length of the train calculated using parallax method in meters is. Okay. Here, നമുക്ക് എന്താണ് കാണേണ്ടത്? ട്രെയിനിന്റെ ഫുൾ ലെങ്ത് ആണ് കാണുന്നത്. നമുക്ക് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്? ഒരു പേഴ്സൺ ഈ ട്രെയിനിനെ 3 കിലോമീറ്റർ അകലേക്ക് നോക്കുന്നു. Okay. And distance between the person and the train is 3 kilometers. An angle, അതായത് ഈ ട്രെയിനിന്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ ഈ പേഴ്സണുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 15 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഈ ഡിസ്റ്റൻസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പാരലാക്സ് മെത്തേഡ് എന്താണ്? ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ് of length b and this make an angle theta and this distance is b, then theta equal to b by b. This is our parallax method. Here this case is similar. ഇതൊരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഈ പേഴ്സൺ ഈ ട്രെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് വെരി ലാർജ്, ദാറ്റ് ഈസ് 3 kilometers. Therefore we can take this side and this side are equal and we take it as b is equal to 3 kilometers. Then we can write theta is equal to b by d and we have to calculate b, the length of the train. Therefore b is equal to theta d and theta is 15 degree and d length is 3 kilometers. Okay, and we have to calculate this. Let us see the options are option A 45 degree, B 45 pi, C 250 pi, and D 75 pi, and E 450. And in question നമുക്ക് ആംഗിൾ തന്നിരിക്കുന്നത് ഡിഗ്രിയിലാണ്. ഓപ്ഷൻസിന്റെ മെജോറിറ്റി പൈ റേഞ്ചിലാണ്. That we have to change this degree to radian. Then only we can introduce pi. And how we can change this to radian? നമുക്കറിയാം 360 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് നമ്മൾ പഠിച്ചു. That is what 360 degree is equal to what? 2 pi. 2 pi radian is equal to 360 degree. Therefore 1 degree is equal to 2 pi divided by 360. That is equal to pi by 180 and therefore radian. Therefore 15 degree is equal to pi by 180 into 15 is equal to 15 3 5 പ്രാവശ്യം പൈനറ്റിൽ 3 6 പ്രാവശ്യം. therefore changes to 60. therefore 5 ഒരു പ്രാവശ്യം 60 12 പ്രാവശ്യം. therefore 15 degree is equal to pi by 12 radian. Okay, therefore we can calculate b as b is equal to pi by 12 into what is the distance between d is here, that is 3 kilometers, and we have to calculate it in meters. Therefore 3 kilometers is equal to 3000 meters. Therefore 12 it's 3 4 times 3 1 then remaining 1000. 4 4 1 times 10 4 2 times, that is 8 and 8 balance is to 20 5 times then 0. Therefore b is equal to 250
pi is the length of the train, and that is option C. Our length of the train is 250 pi.